നമസ്കാരം. രാജ്യമേറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ബഡ്ജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. മാസ്മരികമായ ഒരു പ്രഖ്യാപനം ഉൾപ്പെടെ സാമ്പത്തിക വിദഗ്ധരെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ നികുതിയിൽ വൻ ഇളവ് നൽകിക്കൊണ്ടൊരു ചരിത്രപരമായ ഒരു പ്രഖ്യാപനമാണ് നിർമ്മല സീതാരാമൻ ഇന്ന് നടത്തിയതെന്ന് ഒരു സംശയവുമില്ലാതെ തന്നെ പറയാം. 2025-2026 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുമ്പോൾ അതൊരു ചരിത്രപരമായ നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമുണ്ടായിരുന്നില്ല. താഴെത്തട്ട് മുതൽ വഴിയോര കച്ചവടം നടത്തുന്ന ആ വിൽപ്പനക്കാരെ വരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം, അതായത് നെഞ്ചോട് ചേർക്കുന്ന ഒരു ബഡ്ജറ്റായിരുന്നു കേന്ദ്ര ധനമന്ത്രി ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബഡ്ജറ്റാണ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടത്. തുടർച്ചയായ 8ാം തവണയാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. കൃഷി, ഉൽപാദനം, തൊഴിൽ, MSMEകൾ, ഗ്രാമീണ മേഖലയുടെ ഉന്നമനം, നവീകരണം തുടങ്ങി 10ഓളം മേഖലകളിലാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് ഊന്നൽ നൽകിയത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തോടൊപ്പം വികസനത്തിനും മുൻതൂക്കം നൽകുന്നതാണ് ബഡ്ജറ്റ് എന്ന് ധനമന്ത്രി പറഞ്ഞു. ഇന്നത്തെ ബഡ്ജറ്റിന് ശേഷം രാജ്യത്ത് വില കൂടാൻ പോകുന്ന ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ വില കുറയാൻ പോകുന്ന ഉൽപ്പന്നങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം. വില കുറയുന്ന ഉൽപ്പന്നങ്ങൾ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസർ അടക്കമുള്ള അപൂർവ രോഗങ്ങൾക്കുള്ള 36 മരുന്നുകൾ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ മരുന്നുകൾക്ക് ഇനി മുതൽ വില കുറയുന്നതാണ്. അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് കോബാൾട്ട് ഉൽപ്പന്നം, LED സിങ്ക്, ലിഥിയം അയൺ ബാറ്ററി സ്ക്രാപ്പ്, 12 നിർണായക ധാതുക്കൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കിയെന്ന് കേന്ദ്രം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതോടെ ഇലക്ട്രിക് വാഹനങ്ങൾക്കും മൊബൈൽ ഫോൺ ബാറ്ററികൾക്കും വില കുറയും. മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന 28 ലക്ഷത്തിലധികം ഉൽപ്പന്നങ്ങളെ ക്യാപിറ്റൽ ഗുഡ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതായി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. വാഹന നിർമ്മാതാക്കൾക്ക് ഗുണപരമാകുന്നതാണ് ഈ നടപടി. കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി 10 വർഷത്തേക്ക് കൂടി ഒഴിവാക്കിയിട്ടുണ്ട്. അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഫിഷ് പേസ്ട്രിയുടെ 30% നിന്ന് 5% കുറയും. കരകൗശല കയറ്റുമതി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈറ്റ് ബ്ലൂ ലെതറിനെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കും. കഴിഞ്ഞ വർഷം മൊബൈൽ ഫോൺ, സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവയുടെ വില കുറയ്ക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. 3 ക്യാൻസർ ചികിത്സാ മരുന്നുകളെയും അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി വില കൂടിയ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ററാക്റ്റീവ് ഫാറ്റ് ലൈറ്റ് പാനൽ ഡിസ്പ്ലേയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 10% നിന്നും 20% ഉയർത്താൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2024 കേന്ദ്ര സർക്കാർ ജൈവ വിഘടനം ചെയ്യാത്ത പ്ലാസ്റ്റിക്കുകളുടെ കസ്റ്റംസ് തീരുവ 25% ഉയർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർദ്ദിഷ്ട ടെലികോം ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയും 10% നിന്ന് 15% ഉയർന്നു. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.